ചോദിക്കും പ്രശ്നമില്ല, നമുക്കൊരു 3.25 ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം. ചോദിക്കാനൊന്നുമില്ല, കാരണം അത് എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളാണ്. നമുക്ക് ലാഭം നമുക്ക് മുടക്കും, അതിന്റെ മേലെ ചെറിയ പോളിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും കിട്ടിയാൽ മതി. മാത്രമല്ല ഇത് നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷം. അത്രേ ഉള്ളൂ. നമുക്ക് ചോദ്യം 3.25 സാധാ മറ്റിന്റെ വിലയും കൂടി ഇല്ലല്ലേ? ഇത് നമ്മളൊരു ബ്രേസ്ലെറ്റ് മാറിയതാണ്, അതുകൊണ്ടാണല്ലേ നമ്മള് എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളെ മാക്സിമം വില കുറച്ച് കൊടുക്കും. നമുക്ക് 6 ലക്ഷം വരെ ലോൺ കൊടുക്കാം, 6.10 നമുക്ക് ഫൈനൽ ചെയ്യാം. അതെ, ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ്, നല്ല സിവിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ 10 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ്. വെറും 10,000 മുടക്കില് ഹോണ്ട സിറ്റി ഉണ്ട്, 10,000 മുടക്കിൽ അല്ലെ 15,000 മുടക്കിൽ. മാക്സിമം ഒരു 50 കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മതി. 50 കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇറക്കാം. ഒരു വെടി വേണം സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി. 4.5 ലക്ഷമാണ്. ഒരു 4.35 നമുക്ക് ഫൈനൽ ചെയ്യാം. ഒരു 4.25 ചിലപ്പോ 4.25 4.50 വരെ ലോണും കൊടുക്കാം. മാക്സിമം ലോൺ ക്യാഷ് ബാക്ക് ഉണ്ട്. ക്യാഷ് ബാക്ക് ആരും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല, മാക്സിമം കഴിഞ്ഞോട് തന്നെ ചെയ്യാം. വെറും 50,000 മുടക്കിൽ നല്ല അടിപൊളി ലക്ഷറി ഫുൾ പക്കാക്കല്ലേ. കപ്പൽ വരലുണ്ട്, ആരും നോക്കൂലേ. നല്ല വണ്ടി. 2.5 ചിലപ്പോ 3 ലക്ഷം വരെയൊക്കെ ലോൺ പാർട്ടിക്ക് സിവിൽ സ്കാറും പിന്നെ നികുതി ഷീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും വെള്ളാമ്പുറത്തുള്ള MT ഓട്ടോസിന് വീണ്ടെത്തിയാണ് കണ്ടമാനമായിട്ടുള്ള പുതിയ സ്റ്റോക്ക് അറിയണോ. മാക്സിമം ലോണും ഫുൾ ഗ്യാരണ്ടി വണ്ടികളും മെയിൻ ആയിട്ടുള്ള എല്ലാ മോഡലും ഉണ്ട്. ഏകദേശം 10-30 വണ്ടികളുണ്ട്, ഫുൾ ഗ്യാരണ്ടി വണ്ടികൾ. നമ്മളെ കൂടുതൽ സൊഫ നമ്മുടെ വീട്ടിലേക്ക് അതാണ് ലൊക്കേഷൻ പറഞ്ഞത്. ലൊക്കേഷൻ പാലക്കാട് കോഴിക്കോട് ഹൈവേയില് വെള്ളാമ്പ്രം. നമ്മള് വെള്ളാമ്പ്രത്ത് ഏകദേശം ഒരു 200 മീറ്റർ, മൊത്തമാണെങ്കിൽ 300 മീറ്റർ ആ ലെവലുള്ളൂ. നേരസ്റ്റ് ആയിട്ട് നമ്മള് പറമ്പാണ്ട് ഇന്റർലോക്കിന്റെ കമ്പനി ഉണ്ട്. ഇന്റർലോക്കിന്റെ കണ്ട തൊട്ടടുത്താണ്. അതെ, ഇനി നേരെ ഹൈവേയില് നമുക്ക് ഈ ഭാഗത്ത് നോക്കി പോയാലും ആ ഭാഗത്ത് നോക്കി ഗൂഗിൾ അടിച്ചാൽ നമ്മൾ MT ഷോറൂം അടിച്ച് കിട്ടുമല്ലേ. വീഡിയോയിൽ 2-3 നമ്പർ ഉണ്ട്, ആ നമ്പറിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും വിട്ടുതരും. കറക്റ്റ് കാര്യങ്ങള് ഇതിലൊക്കെ കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് നമ്മൾ ലാസ്റ്റ് 92 നമ്പറിൽ അടിച്ചു കാറ്റലോഗ് ഉണ്ട്. അതിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള A to Z വണ്ടിന്റെ ഡീറ്റെയിൽസും അതിന്റെ ലോണിന്റെ കാര്യങ്ങളും ഫുള്ള് കാര്യങ്ങളും ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാം ഉണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ്, ടോട്ടൽ ലോസ്, വെള്ളം കയറിയ വണ്ടി ഇതിനുള്ള ഉണ്ടാവില്ല, പുറത്തേക്കും ഇറങ്ങൂല. ആ ഗ്യാരണ്ടി നമ്മളെ ഗ്യാരണ്ടി ആയിട്ട് വരും. ഇംഗ്ലീഷ് പെട്ട് കഴിഞ്ഞാലും പാർട്ടിക്ക് നഷ്ടം വരൂല, നഷ്ടം സഹിച്ചോളാം. എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഒരു ഫ്ലഡോ ടോട്ടൽ ലോസോ ചേസ് ബെൻഡോ അപ്രോണോ അങ്ങനെ എന്തെങ്കിലും വർക്ക് എടുത്ത വണ്ടിയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. വണ്ടിന്റെ മുതലിന്റെ പൈസയും അതിന്റെ മേലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ അതുകൊണ്ട് നഷ്ടം വരുന്നില്ല. ഫുൾ ഗ്യാരണ്ടി അത് ഗ്യാരണ്ടി എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട്. അതല്ല ഹോണ്ടാസികളും മുള്ളുണ്ട്. ഇനിയിപ്പോ ഇലക്ട്രിക്കൽ ടാക്സിയിലാണ് അങ്ങനെ തരും, സാധാ പ്രൈവറ്റ് ആണ് അങ്ങനെ തരും. ഇനിയിപ്പോ സ്വിഫ്റ്റുകളൊക്കെ ഓഫറുകളൊക്കെ മാക്സിമം വില കുറച്ച് തരാണ്. ഫുൾ ഓണാണ് ഏകദേശം വണ്ടികളെ കടക്കുള്ള പ്രൊഫൈൽ മാക്സിമം ഫുൾ ഓണാണല്ലേ. ഫുൾ ഓണാണ്, സർവീസിൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ഡീസൽ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് എല്ലാവരും ആവശ്യപ്പെടുന്ന വണ്ടി ഇതൊക്കെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പാർട്ടിക്ക് ടയോട്ടയുടെ പെട്രോൾ ആണെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട്. പെട്രോള് ഡസ്റ്റർ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം ഉണ്ട്. ഹോണ്ട സിറ്റി ഉണ്ട്, സൺറൂഫ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ നിലവിൽ. ആൾക്കാരെ വന്നാൽ മതി. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, മടങ്ങി പോകില്ല. ആൾക്കാരുടെ ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഫസ്റ്റ് വന്ന് കസ്റ്റമർ കണ്ട് വണ്ടി ഓക്കെ ആക്കി ലോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാം. എവിടെ എത്തിച്ചു കൊടുക്കാം. ഡെലിവറി വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണുമ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് തന്നെ അടിപൊളി ലിവാണ്, വെള്ള കളറിലാണ്. ഉറപ്പ് മുടക്കണ്ട, പൈസ മുടക്കാതെ ഇറക്കാൻ പറ്റിയ വണ്ടി. നമ്മളെ കൂടുതൽ ഓണറായ സുഫ നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ ആദ്യത്തെ വണ്ടി ലിവായി ഓഫറുകളൊക്കെ കൊടുക്കാം. ഓഫറും കൊടുക്കാം, ഷെയർ ഫാമിലിക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം വണ്ടി. ലോ കിലോമീറ്റർ, കമ്പനി സർവീസ്, റീപ്ലേസ് ഇല്ല. അത് നമ്മളെ അയലോകത്ത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി, ഫോർവേഡ് മോങ്ങത്ത് ഇറങ്ങിയ വണ്ടി. റീപ്ലേസ് ഇല്ല, സെക്കൻഡ് ചാവി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്ററും കുറവാ, 62,000 കിലോമീറ്റർ. ഡീസലാ പെട്രോള് 62,000 കിലോമീറ്റർ, 60 സർവീസ് കഴിഞ്ഞ വണ്ടി. അപ്പൊ ഇനി 70 വരെ സർവീസും കാര്യം നോക്കണ്ട, എണ്ണ അടിക്കാൻ ഓടുക. മോഡൽ എത്ര? ഇത് 16 വണ്ടി, സിംഗിൾ ഓണർ, VF ആണ്. എയർ ബാഗും ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന V ആണ്. റീപ്ലേസ് ഇല്ലാന്ന് കാര്യങ്ങളും ഗ്യാരണ്ടി വന്ന് നമുക്ക് കൊടുക്കും, എഴുതി ഒപ്പിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒരു 6 മാസം അല്ല 1 മാസം വാറന്റിയും കൊടുക്കും. എന്തിനും എന്തും കൊടുക്കാം, കൊടുക്കാം. സർവീസ് ഉണ്ട്, ഇവിടെ തന്നെ ഇറങ്ങിയ വണ്ടിയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഉഷാറാണ്. നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷമാണ്. ഒരു 4.35 നമുക്ക് ഫൈനൽ ചെയ്യാം. ഒരു 4.25 ചിലപ്പോ 4.25 4.50 വരെ ലോണും കൊടുക്കാം. മാക്സിമം ലോൺ ക്യാഷ് ബാക്ക് ഉണ്ട്. ക്യാഷ് ബാക്ക് ആരും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല, മാക്സിമം കഴിഞ്ഞോട് തന്നെ ചെയ്യാം.
അതാണ് ഫുൾ ഓണോ ആണ്, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഒരു 15,000 വേറെ കിട്ടില്ല. ഇത് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഷോറൂം മിസ്റ്ററിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ഇത് ഏകദേശം നമ്മള് മൈലേജ് കുറവാന്ന് പറഞ്ഞാൽ 2 ദിവസം നമ്മൾ ഉപയോഗിച്ചു. നമുക്ക് ഇവിടെ 14-15 ഒരു ദിവസം കോഴിക്കോട് കൊണ്ടുപോയി. അപ്പൊ നമുക്കൊരു 16, 17, 18 വരെ കിട്ടിയിട്ടുണ്ട്. ലോങ് പോകുമ്പോ മൈലേജ് ഉണ്ട്. സിറ്റി ഓട്ടത്തിന് കുറച്ച് കുറയുള്ളൂ. വേറെ പണികളൊന്നുമില്ല. ഒന്നും ഗ്യാരണ്ടി വണ്ടില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഹോം ഡെലിവറി ഉണ്ടോ? എന്ത് ചെയ്യാം. നിങ്ങൾ എവിടെ പറഞ്ഞാലും സാധനം വീട്ടിൽ എക്സ്പെൻസ് വരുള്ളൂ. കൈ കൊടുക്കേണ്ടി വരും. അതിന് പെട്രോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാട്ടാം. ചെയ്യാനല്ലേ ഓല വിളിക്കണ്ടല്ലേ. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ആണ്. സിൽവർ കളറല്ലേ? സിൽവർ. ഇത് 2016 വണ്ടി. 16 വി ഓപ്ഷൻ ആണ്. ABS, മിറർ ഫോൾഡിംഗ്, അലോയ്സ്, ക്രൂയിസർ കൺട്രോള് കാര്യങ്ങളൊക്കെ വരും. റിവേഴ്സ് ക്യാമറ, ബട്ടൺ ഷാട്ട്, സൺറൂഫ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും വരും. എല്ലാ ഓപ്ഷൻസും വരും. 1.52 ഓടിയിട്ടുണ്ട്. 1,50,000 സർവീസ് ഓൾറെഡി കഴിഞ്ഞതാണ്. ചെറിയുള്ള വണ്ടിയാണ്. പിന്നെ റീപ്ലേസ് ആയിട്ട് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല. പക്ക ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. പാർട്ടി വന്ന് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ യൂസ്, സെക്കൻഡ് ഓണർ. അതെ, പേരോട്ട് മാറിയിട്ടുണ്ട്. ഇത് ഹോണ്ടയുടെ കസ്റ്റമറൊക്കെ ആകുമ്പോൾ കുറച്ച് പേടി മെജാറുണ്ടാവും. അപ്പൊ ഒരു പേര് മാറാതെ വണ്ടി വരില്ല. നമ്മളെ പേരോട്ട് എത്ര ചോദിക്കണ 6.4 നമുക്കൊരു 6 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ഒരു 6.10 നമുക്ക് ഫൈനൽ ചെയ്യാം. അതെ, ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ്. നല്ല സിവിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ 10 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ്. ഏകദേശം 20-20 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല മൈലേജ്, മെയിൻ്റെനൻസ് കുറവ്, നല്ല കംഫർട്ട്, എല്ലാം ഓക്കെ ഉള്ള ഒരു വണ്ടി. ഉഷാർ വണ്ടി. എവിടെ കൊണ്ട് നിർത്താം. ഹോണ്ട ഞാൻ ഉപയോഗിക്കുന്ന ഹോണ്ടയുടെ വണ്ടികളാണ്. അടുത്ത വണ്ടി വീണ്ടും ഹോണ്ടന്റെ അമേസ് ആണല്ലേ? അതേ കമ്പനി. ഇത് 2018 വണ്ടി. ഏറ്റവും ഡിമാൻഡ് കൂടി ഡീസലില്, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടി ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വണ്ടി. ഒന്നും സംഭവിക്കാത്ത ഗ്യാരണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നമ്മൾ ചെക്ക് ചെയ്തില്ല, ചെക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 1.30 ഓടിയിട്ടുള്ളത് കാണുന്നത്. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 24 മൈലേജ് കിട്ടും. BS4 വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. BS6 ആകുമ്പോഴാണ് ശകല മൈലേജ് കുറയുന്നത്. 24 ലെവലിൽ നമുക്കത് കൊണ്ടുവന്നപ്പോ കിട്ടിയിട്ടുണ്ട്. മൈലേജ് കിങ് ആണല്ലോ. അതാണ് ചെറിയൊരു നമ്മളെ ഈ ഇത് പുതിയ ഏകദേശം 12-13 ലക്ഷം ബഡ്ജറ്റാ. ആ റേഞ്ച് വെച്ച് നോക്കുമ്പോ ഏറ്റവും നല്ല വണ്ടിയാണ് ഹോണ്ട അമേസ്. ഞാൻ ഉപയോഗിക്കണ അമേസാ. ഞാൻ ഉപയോഗിക്കണേ അമേസ ഉപയോഗിക്കണേ. എല്ലാം കൊണ്ട് ഉഷാർ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡും കാണാൻ ചെറുക്കും എല്ലാ കാര്യങ്ങളും. നല്ല സ്പേസും ബാക്കിലും ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ക്രൂസർ കൺട്രോൾ അടക്കം വരുന്ന അമേസ്. അതെ. എത്ര വണ്ടി 6.90 ചോദിക്കണത്. ഇത് നമ്മള് നിലവിൽ ഇൻഷുറൻസ് വെച്ച് ഒരു 5 ലക്ഷം നമുക്ക് ലോൺ ചെയ്യാം. ഇനി പാർട്ടിക്ക് ഇതിന്റെ മേലെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസ് എടുക്കാൻ റേറ്റ് ആണെങ്കിൽ ഒരു 6 to 6.5 ലക്ഷം വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. മാക്സിമം ലോൺ 10,000 മുടക്കിൽ അല്ലെങ്കിൽ 15,000 മുടക്കിൽ മാക്സിമം ഒരു 50 കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മതി. 50 കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇറക്കാം. ഒരു പേടി വേണം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ലോൺ എല്ലാം ചെയ്യാം. ഒരു സെറ്റപ്പിൽ അതിന്റെ പേപ്പേഴ്സ് മാത്രം റെഡിയാക്കിയാൽ അവരെ വീട്ടിൽ വന്ന് പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ലോൺ കാര്യങ്ങൾ ചെയ്ത് ഒരു മാക്സിമം 4 ദിവസം 4 ദിവസം 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഗ്യാരണ്ടി. അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട സിറ്റിയിലാണ്. ഹോണ്ട കമ്പനി മുന്തിരി കളറല്ലേ? മുന്തിരി കളർ. ഇത് 2015 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, മിറർ ഫോൾഡിംഗ്, ക്രൂസർ കൺട്രോൾ, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നത്. എല്ലാം വരുന്ന വണ്ടി. ഓടിക്കണ 1.40 ലെവലാണ്. ചെക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ചെക്ക് ചെയ്യാം. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. രണ്ടാമത്തെ ആവുള്ളൂ. വേറെ റീപ്ലേസുകളൊന്നുമില്ല. നിലവിൽ മേജർ ആക്സിഡന്റോ റീപ്ലേസുകളോ ഒന്നും ഒരു പരിപാടിയില്ല. എത്ര വണ്ടി ഇത് ചോദിക്കണ 6.25 ലക്ഷം തന്നെയാണ്. നമുക്ക് മാക്സിമം ഒരു ഇൻഷുറൻസ് ലെവൽ നോക്കിയിട്ട് വേണം. നിലവിൽ നോക്കിയിട്ടില്ല. എന്നാലൊരു പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു 6 ലക്ഷം വരെ നമുക്ക് ലോൺ ആക്കാം. 5 to 6 ലക്ഷം വരെ നമുക്ക് ലോൺ ആക്കാം. നല്ല പ്രൊഫൈലാണ്. മാക്സിമം ലോൺ ഇപ്പോഴത്തെ ഹോണ്ട സിറ്റിയുടെ വില 25 ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പൊ ഇത് നല്ല ലെവലിൽ അതും ഗ്യാരണ്ടിയില്ല. നല്ല വണ്ടിയായിരിക്കും ഇതൊക്കെ. ഹോണ്ട ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. 20-24 മൈലേജ് കിട്ടും. ഹോണ്ടയ്ക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി.
അടുത്ത വണ്ടി ചെറിയ മുടക്കിൽ നല്ല അടിപൊളി i20 ഫ്ലൂഡിക് ആണല്ലേ? എങ്ങനെ ഉള്ളുണ്ട് ഇത് 2013 വണ്ടി. 13 ബട്ടൺ ഷാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ടോപ്പ് എൻഡ് വണ്ടി. ആസ്റ്റ അതില് മിറർ ഫോൾഡിംഗ്, ബട്ടൺ ഷാർട്ട്, ബാക്ക് വൈപ്പർ, എയർ ബാഗ്, ABS, ഡ്രൈവർക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന നല്ലൊരു കളർ കൂടിയാണ്. i20 ഈ ഷേപ്പിൽ ഇറങ്ങിയാല് ഈ കളറാണ് ഏറ്റവും ഡിമാൻഡ് റീപ്ലേസ് ആയിട്ട് ഏതോ ഒരു ഡോർ ഉണ്ട്. ഒരു ഡോർ മാറി, ഗ്ലാസ് മാറിയിട്ടില്ല, മാറിയിട്ടുണ്ട്. അതെ, മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. 1,40,000 കിലോമീറ്റർ ഓടിയിട്ട് നല്ല വണ്ടിയാണ്. ചെക്ക് ചെയ്യില്ല, 13 വണ്ടികളാണ്. ഫ്ലഡ് ടോട്ടൽ അതെല്ലാം ഗ്യാരണ്ടിയാണ്. ഓൺഷിപ്പ് 3ാമത്തെ ഓൺഷിപ്പ് നിലവില്. നമ്മൾ ചോദിക്കുന്നത് 3 ലക്ഷമാണ്. നമുക്കൊരു 2.5-2.25 ചിലപ്പോ 3 ലക്ഷം വരെയൊക്കെ ലോൺ ആവും. പാർട്ടിക്ക് സിവിൽ സ്കാറും പിന്നെ നികുതി ഷീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എല്ലാ വണ്ടിക്കും മാക്സിമം എല്ലാ വണ്ടികളും ഹോം ഡെലിവറി ഉണ്ട്. നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വണ്ടി എത്തും. കേരള കാസർഗോഡ് തിരുവനന്തപുരത്ത് 500 കിലോമീറ്റർ, കാസർഗോഡ് അത്ര അതിന്റെ സ്ഥലങ്ങളിലുള്ള ചെയ്ത് കൊടുക്കാം. ഫുള്ളോള്ള അല്ലെങ്കിൽ 50,000 മുടക്കിലും. അതെ, മാക്സിമം 50 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം. ഇത് ഡീസൽ പെട്രോളാ? ഡീസൽ എത്ര മൈലേജ്? ഒരു 18-20. വണ്ടി ഇന്ത്യയിലും കാരണം മറ്റേ ബോഡിയോടൊന്നും ചെയ്യണ്ട. വന്ന് ചെയ്യാ, വണ്ടി എടുക്കുക, നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുക, ഓയിൽ മാറ്റി, അലൂമിനിയം ചെയ്യുക, ഫിൽറ്റർ മാറ്റി ഓടിക്കുക. അത്രേ ഉള്ളൂ. മേജറായിട്ട് മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ് അല്ലേ? വണ്ടി സെഡാൻ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2016 വണ്ടി. 16 വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഇതിനും പറഞ്ഞ മാതിരി റീപ്ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി പിന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. ലൈറ്റ് മാറും, ബമ്പർ കാര്യങ്ങളൊക്കെ മാറി പുതിയ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. 16 ആവറേജ് ടയറുകളെല്ലാം ഉണ്ട്. ഓടിക്കുന്നത് അതേപോലെ 1.4-1.30 റേഞ്ചിലാണ് ഓടിക്കുന്നത്. ഓൺഷിപ്പ് സെക്കൻഡ് നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ്. റീപ്ലേസ് ചെയ്യാനുള്ള ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് 490 ആണ്. ഒരു 4-4.25 ലെവലിൽ നമുക്ക് ലോണും ചെയ്യാം. മാക്സിമം ലോൺ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പറയാന്നുള്ളൂ. മാക്സിമം കയ്യിനോടത്തോളം ക്യാഷ് കൂട്ടി ചെയ്യാം. കയ്യിൽ നമുക്ക് മാക്സിമം ലോണിന്റെ എമൗണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിനോടത്തോളം കൂട്ടി അടക്കാം. അതെ, 20 മൈലേജ് കൺഫേം ആയിട്ട്. അടുത്ത വണ്ടി അൾട്ടീസിലെ ന്യൂ ഷേപ്പ് അൾട്ടീസിലെ ഏറ്റവും കൂടുതൽ വിറ്റ് വെച്ച കഴിഞ്ഞ വിറ്റ് വെച്ച വണ്ടി. നല്ല ലക്ഷറി ആണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ബൈക്ക് കടത്തൂല, അത് ഗ്യാരണ്ടി തന്നെ കൊടുക്കുക. ടയോട്ട ആയതുകൊണ്ട് ബൈക്ക് കടത്തൂല. പിന്നെ മെയിൻ്റെനൻസും കുറവാ. ഇതൊക്കെ ചെയ്തതാ? അല്ല, അതാണ് വരുന്നത്. വരുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ 2012 വണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടില്. 12 അല്ല, ഇത് 12 അല്ല, നമ്മുടെ വീട്ടിൽ 2012 വണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം 250 ലെവലിൽ ഓടിയിട്ടുണ്ട്. ഇന്ന് വരെ അതിന് 10,000 ഓയിലും ഓയിൽ ഫിൽറ്ററും അല്ലാതെ മാറിയിട്ടില്ല. അതെ, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ റെഗുലർമാരും പിന്നെ ഈ ബ്രേക്ക് പാഡ് കാര്യങ്ങളല്ലാതെ മേജർ ഇഷ്യൂസ് ഒന്നും ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. 1.25 ലക്ഷം 2.25 ലക്ഷം കിലോമീറ്റർ നമ്മൾ ധൈര്യമായിട്ട് ഒരു 9ന്റെ ലെവലിൽ സർവീസ് നമുക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഒരു 50,000 സർവീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് എത്ര ഓടും. അതെ അതെ. എത്ര മോഡൽ? ഇത് 2015 വണ്ടി, നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടി. ഇത് ജെ ഓപ്ഷൻ ആണ്. ന്യൂ ഷേപ്പിൽ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. 2.20 ഓടിയിട്ടുണ്ട്. അത് പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടി. രണ്ടാമത്തെ ഓൺഷിപ്പിലാണ് ഇവിടെ ഉള്ളത്. ഇത് എന്താ വെച്ചാൽ കസ്റ്റമർ വണ്ടിയാണ്, റിലേറ്റീവിന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓരോ ചോദിക്കുന്ന 6 ലക്ഷമാണ്. നമ്മൾക്ക് ഒന്ന് കസ്റ്റമർക്ക് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടിയിട്ട് സംസാരിച്ച് മാന്യമായിട്ട് ലെവലിൽ സംസാരിച്ച് കൊടുക്കാം. ഇതിന്റെ പണിയായിട്ട് വരുന്നത് വെച്ചാൽ ഫൗണ്ടേഷൻ ബുഷ്, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ആക്കി കൊടുക്കും. ഫൗണ്ടേഷൻ ബുഷ് അല്ലാതെ വേറെ പണി വണ്ടിയല്ല, അത് നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കും. കസ്റ്റമർ വണ്ടി ആയതുകൊണ്ടാണ്. പിന്നെ ലോൺ എത്ര കയറുന്നാല്? ഇതിന് ഇൻഷുറൻസ് ലോണ് പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഫുൾ ലോൺ തന്നെ നമുക്ക് പറയാം. ഫുൾ ലോൺ ഒരു 50 കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ആക്കാം. ഫുൾ ലോൺ നമുക്ക് കിട്ടുന്നില്ല പ്രതീക്ഷയാണ് നിൽക്കുന്നത്. വെറും 50,000 മുടക്കിൽ നല്ല അടിപൊളി ലക്ഷറി ഫുൾ പക്കാക്കല് കപ്പൽ വണ്ടി. ആരും നോക്കൂലേ, നല്ല വണ്ടിയാ. ഇത് എത്ര മൈലേജ് ഉണ്ട് ഡീസലിന്? ഒരു 17, 18, 19, 20 വരെ. 20ന്റെ ഉള്ളിലായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്ര വലിയ വണ്ടികളാകുമ്പോ അങ്ങനെയാണല്ലോ, വലിപ്പം കൂടെ മൈലേജ്. അടുത്ത വണ്ടിയല്ല, അടിപൊളി
സഡാവണ്ടി സിയാസ്, അതും കോഫി കളറാണ് തലസ്ഥാനം വണ്ടി. 2016 വണ്ടി. 16 വണ്ടിയാണ്. VDI പ്ലസില് ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന വണ്ടി. ഹൈബ്രിഡ് എഞ്ചിൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 1,22,000 കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ കമ്പനിയുള്ള വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. പിന്നെ ടയേഴ്സ് ഉണ്ട്, മറ്റേ ZDI പ്ലസിന്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഒന്നും നോക്കണ്ട. നല്ലൊരു നമ്മളൊരു ആവറേജ് എക്കണോമിക് സ്പീഡിൽ പിടിക്കുകയാണെങ്കിൽ 24 ലെവൽ വരെ മൈലേജ് കിട്ടും. ഡീസൽ മൈലേജ് ഉണ്ട്. എടുക്കുന്നവർക്ക് ഒന്നും നോക്കണ്ട, എണ്ണ അടിച്ചാൽ കൈക്കൊണ്ടെങ്കിൽ അത് ഓടിയാൽ മതി. എണ്ണ അടിക്കുക കാര്യങ്ങൾ ആദ്യം കൊണ്ടോ ഓയിൽ മാറ്റുക, അലുമിനിയം ചെയ്യുക, ഫിൽറ്റർ മാറ്റുക, ഓടിക്കുക, അത്ര മാത്രമേ. ബോഡി മേലായാലോ ഇന്ത്യയിലായാലോ ഒന്നും ചെയ്യണ്ട. എല്ലാം കമ്പനി വരുന്ന വണ്ടിയാണ്. പ്രൊജക്ട് ലാമ്പ് വരെ കമ്പനി കൊടുക്കുന്ന വണ്ടിയാണ്. അതെ, എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് കൊടുക്കാം. ചോദിക്കണേ നമ്മളിതിന് 5.25 ലക്ഷമാണ്. നമുക്കൊരു 5.5 ലോണും കൊടുക്കാം. 5.5 വരെ 5.5 ലക്ഷം നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 25,000 മുടക്കില് മാരുതിന് സിയാസിന് കൊടുക്കാറല്ലേ? അതും VDI പ്ലസ് ഹൈബ്രിഡ് എഞ്ചിന്. ഹൈബ്രിഡ് നല്ല മൈലേജ് മാത്രം അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉള്ള വണ്ടി ഉണ്ടല്ലേ? എല്ലാ ഓപ്ഷൻസും. ഇനി നമുക്ക് വരാൻ കഴിയണില്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്താലും ഹോം ഡെലിവറി അങ്ങനെ ചെയ്ത് കൊടുക്കും. ചെയ്യാം, എല്ലാ പരിപാടിയും ചെയ്ത് കൊടുക്കൂലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു ഇത്യോസ് സെഡാൻ വണ്ടി. എങ്ങനെ പോകണ്ടേ? 2016 വണ്ടി. അതും VXT ടോപ്പ് എൻഡ്, അലൈസ്, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ടയോട്ട ലിവ് എലത്യൂസിൽ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ. ഇതിന്റെ മേലേക്ക് ടയോട്ട ഇറക്കിയിട്ടില്ല, ഇറക്കിയിട്ടില്ല. എത്ര ഓടിക്കണം? ഇത് 1.40 ഓടിയിട്ടുണ്ട്. സിംഗിൾ യൂസ് ആണ്, സെക്കൻഡ് ഓണർ ആണ്. ഞങ്ങളുടെ പേരോട്ട് മാറി. അതെ, റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജറായിട്ട് ഒന്നും ഒന്നും ചെയ്യേണ്ട. സീറ്റ് കവർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതും പറഞ്ഞ മാതിരി ഓയിൽ മാറ്റുക, അലുമിനിയം ചെയ്യുക, ഫിൽറ്റർ മാറ്റുക. സാധാരണ വണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ട പരിപാടി അത് മാത്രം ചെയ്താൽ മതി. നമ്മൾ ചോദിക്കണ 6.25 ലക്ഷമാണ്. ഒരു 5 to 5.5 ലെവലിൽ നമുക്ക് ലോൺ ചെയ്യാം. നമുക്ക് ടയോട്ടയുടെ വണ്ടികളാകുമ്പോൾ ഏകദേശം 50 റുപ്യ മേലെ എന്തായാലും ഇറക്കേണ്ടി വരും. അത് കുറച്ച് മാരുതിന് ലോൺ കയറൂല. ഇല്ല, മാരുതിന് മാറി കയറും. ടയോട്ട ആകുമ്പോൾ എന്തായാലും വണ്ടിയുടെ ഷോറൂം പ്രൈസ് കുറവാണെങ്കിലും ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് കുറവായോണ്ട് നമുക്കൊരു മാക്സിമം ഒരു ₹1 ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇറക്കാം. നമുക്ക് വണ്ടി ഇറക്കാം. ₹1 ₹50 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ടയോട്ട വണ്ടികൾ ഡീസൽ നല്ല മൈലേജ് ഉണ്ട്. 22, 20 നമുക്ക് എന്തായാലും. അടുത്ത വണ്ടി ടയോട്ടന്റെ ലിവ് ആണ്. ഒരു സ്വർണ്ണം പൂശി വണ്ടിയിലെ ഇത് 2013 വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരള. നമ്മൾ പർച്ചേസിന് മുഴുവൻ കേരള വണ്ടികളായിരിക്കും കൂടുതലല്ലേ? അതെ, കൂടുതലല്ല. മെയിൻ ആയിട്ട് നമ്മൾ പർച്ചേസിങ് കേരള വണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് 2013 വണ്ടി, കേരള വണ്ടി, GD വണ്ടിയാണ്. ഇതിന് റീപ്ലേസ് ആയിട്ട് പറഞ്ഞാൽ ഡ്രൈവർ ഡോറിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം, ഡോർ മാറിയിട്ടില്ല. എനിക്ക് ചായ കുടുങ്ങി പൊട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും പ്രതീക്ഷിക്കാം, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗോൾഡൻ കളറാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് കൊണ്ടോ. ഇതിനാകുമ്പോൾ അത്യാവശ്യം മൈലേജും ഉണ്ട്. അതേ മാർക്കറ്റ് ഇത് നല്ല മൈലേജ്. മൈലേജ് ഒന്നും കൂടും തോന്നുന്നുണ്ട്. അതിലായിട്ടും കൂടും. ഓടിക്കണം 1.5 ലക്ഷം. 13 വണ്ടിയല്ലേ? ഹിസ്റ്ററി ചെക്ക് ചെയ്തില്ല. 13 വണ്ടിയാണ്. അതെ, നമ്മൾ പറഞ്ഞ കേസിൽ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. ഫ്ലഡോ, ടോട്ടൽ ലോസോ, ചേസ്പ്രോണോ, 4 വിഷയം ഇതിന്റെ ഉള്ളതൊന്നും ഉണ്ടാവില്ല. രക്തം വലിക്കും ചെയ്യും. എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. ഓൺഷിപ്പ് സെക്കൻഡ് നിലവില്. റീപ്ലേസ് ചെയ്തല്ലാതെ വേറെ പരിപാടി വേറെ റീപ്ലേസ് ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് 4 ലക്ഷമാണ്. ഒരു 3.80, മാക്സിമം 3.25 നമുക്ക് ഫൈനൽ ചെയ്യാം. 12ന്റെ വണ്ടിക്ക് 13 നമുക്ക് കൊടുക്കാം. സാധാരണ ഇപ്പൊ നോർമൽ ആവറേജ് മാർക്കറ്റ് ആണ് 12 വണ്ടി 3.5-3.45 ഒരു 3.25 ലക്ഷത്തിന്റെ നമുക്ക് ഫൈനൽ ചെയ്യാം. വണ്ടി കൊടുക്കാം. 13 വണ്ടി 3.25 ലക്ഷം രൂപ ചെയ്യാം. ലോൺ വല്ല ആക്സിഡന്റോ ഫ്ലഡോ ആവണം, അല്ലെങ്കിൽ ടയോട്ടയുടെ ചെറിയ ഡീസൽ വണ്ടിക്ക് കേറില്ല. എന്തായാലും 10,000 50 റുപ്യ 60 റുപ്യ നമുക്ക് ചെയ്തു കൊടുക്കാം. മാക്സിമം 5 കൊല്ലത്തിന് കിട്ടുമോ? 5 കൊല്ലം കിട്ടില്ല, 3 വർഷം എന്തായാലും കിട്ടും. ലോൺ എന്തായാലും ഒരു 10 റുപ്യ ലെവൽ അടവരും മാസം 10-12 ആ ലെവൽ വരും. ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അനുസരിച്ച് കൊല്ലം കണക്കാക്കിയിട്ട് 10-12 ലെവൽ നമുക്ക് എന്തായാലും അടവ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ 3-3.25 ഇടാണെങ്കിൽ. അതെ. അടുത്ത വണ്ടി ഹോണ്ട അമേസ്. അതെ, വീണ്ടും മൈലേജ് ഉള്ള വണ്ടി. 2016 വണ്ടിയാണ്. 16 വരുന്ന ന്യൂ ഷേപ്പ് വണ്ടിയാണ്. പഴയ ഷേപ്പിൽ ഡാഷ്ബോർഡ് ഇങ്ങനെ പോകും. ഇത് സ്ട്രൈറ്റിലാണ് വരിക കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണിത്.
ഇതിനും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. മൂന്നാമത്തെ ഓൺഷിപ്പ് ആണ്. 1.4 കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയും കാര്യങ്ങളുടെ സീറ്റ് കുറച്ച് അകലം കയറിയിട്ടുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ കമ്പനി സീറ്റ് ഉണ്ടാവും. പാർട്ടിക്ക് പുതിയ ടയറും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതൊക്കെ മാക്സിമം ഫുൾ ഓൺ ആക്കി കൊടുക്കാം. ഇത് ഫുള്ളാണ്, ഉറപ്പ് കൊടുക്കണ്ട. വേണ്ട, ഹോണ്ട വണ്ടികളൊക്കെ ഫുള്ളാണ് കയറൂല, ഹോണ്ടയിലെ വണ്ടികളൊക്കെ കയറും. കാരണം ഉണ്ട്. ഇത് നമുക്കൊരു 4 റുപ്യക്ക് നമുക്ക് ഫൈനൽ ചെയ്യാം. 4 ലക്ഷം 16 വണ്ടി കേട്ടോ, എസ് വേരിയന്റ് ആണ്. അപ്പൊ നമുക്കൊരു 4ന്റെ വെബോ തന്നെ ഒരു 4 ലക്ഷം വരെ ലോൺ ആക്കാം. മേലക്കും കയറുന്നതാണ്. 4 ലക്ഷം രൂപ വണ്ടിക്ക് ചോദിക്കണ്ടേ, 4 ലക്ഷം ലോണും കയറും. ഇനിയിപ്പോ നല്ല പ്രൊഫൈലാണ്, ഫുൾ ലോൺ, അതിന് മാപ്പിട്ട് ക്യാഷ് ഐ ടി അടക്കണമെങ്കിൽ മാക്സിമം 1, 2, 3 ലക്ഷം. ഈ ഐ ടി അടക്കുന്ന ആളാണെങ്കിലും അത്യാവശ്യം നല്ല നികുതി ഷീറ്റ് ഉള്ളവനാണെങ്കിലും അത്യാവശ്യം നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളവനാണ്, നല്ല പൈസ കയറും. ഇനി നമ്മളെ ഈ ടയോട്ടയുടെ വണ്ടി തന്നെ 1 ലക്ഷം പറഞ്ഞ വണ്ടി ചിലപ്പോ ഫുൾ ഓണും കിട്ടുമല്ലേ. ബാങ്കുകാര് തിരിച്ചടവാ ശ്രദ്ധിക്കണേ, അല്ലാതെ വണ്ടിയുടെ കാര്യമല്ല. നമ്മക്കാണ് ലോൺ തന്നെ എടുക്കുന്ന കസ്റ്റമറിന്. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടും. ഏത് വണ്ടിയാണെങ്കിലും 95 മോഡൽ ജീപ്പിലാണെങ്കിലും ബാങ്ക് ലോൺ കിട്ടും. 22 എന്തായാലും കിട്ടും. 26 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊണ്ടുവന്നപ്പോ. സ്ട്രൈറ്റ് ഹൈവേ ആണ്, നല്ല മൈലേജ് കിട്ടും. മൈലേജ് ഉള്ള വണ്ടി, മെയിൻ്റെനൻസ് കുറവാണ്, പണി വരൂല. ഹോണ്ടയുടെ അതൊരു ഇതാണ് ഗ്യാരണ്ടി പറഞ്ഞു. അതെ, പണി വരൂല. പണി വരുമ്പോ മാരുതിക്ക് ഒരു 500 രൂപ മുതലാണെങ്കിൽ 600, 750 ആവും. അത്രേ ഉള്ളൂ, കാരണം അതുകൊണ്ട് പണി വരൂല. അതെ. അടുത്ത വണ്ടി എർട്ടിക 7 സീറ്റ് വണ്ടി. 7 സീറ്റ് വണ്ടി. ഇത് 2015 വണ്ടി, ഡീസൽ വീഡിയോ വണ്ടിയാണ്. ഇത് ഇനി എടുത്തിട്ട് പാർട്ടിക്ക് മെക്കാനിക് ഇഷ്യൂസ് ഒന്നുമില്ല, ഗ്യാരണ്ടി ആണ്. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്ത വണ്ടിയാണ്. മെക്കാനിക് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു, എല്ലാം ക്ലീൻ ആക്കി ഉഷാറാക്കി. ഇനി നിലവില് പാർട്ടിക്ക് ഇതിന്റെ ഉള്ളിൽ വലിയ പണികളില്ല, ഒരു പണിയില്ല. ഓടിയാൽ മതി. സീറ്റുണ്ട്, ഇന്ത്യയിലുണ്ട്, എക്സ്റ്റീലുണ്ട്, സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഈ ആനിവേഴ്സറി സ്റ്റിക്കർ നമ്മൾ ചെയ്യണ കേട്ടോ, നമ്മൾ ചെയ്യണ, നമ്മൾ എക്സ്ട്രാ കൊടുക്കണതാണ്. അതെ അതെ, ഇത്രയും വലിയ ബോഡി കാലി കിടക്കേണ്ട വെച്ചിട്ട് സ്റ്റിക്കർ കൊടുക്കണ. എത്ര മോഡലാണ് ഇത്? 15 വണ്ടി, വീഡിയോ ഡീസൽ വണ്ടി. അതെ. എത്ര ഓടിയുണ്ട്? ഇത് 1.4 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 5 രൂപ ചോദിക്കണേ. 5 ലക്ഷമാണ് 7 സീറ്റ് എർട്ടിക ചോദിക്കുന്നത്. അത് കുറച്ച് കൊടുക്കും മാക്സിമം. ഇതൊക്കെ ചെറുതായിട്ട് കുറച്ച് എടുക്കുന്നോട് നല്ല വില കൊടുക്കണം. ചെറിയൊരു എമൗണ്ട് കുറച്ച് ചെറിയ ചായക്കായി കുറച്ച് കൊടുക്കും. ചെറിയ ചായക്കാട്. ലോൺ എത്ര കയറും? ലോണ് മാക്സിമം 5 ലക്ഷം വരെ കയറാം. 4.5 ടൺ. അതിന് മുന്നേ കൊടുത്ത വണ്ടിക്ക് 5 ലക്ഷം ലോൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇടുക്കുന്ന പാർട്ടിയുടെ പോലെ ആയിരിക്കും. ഒരു 4.5 ടൺ നമുക്ക് പറയാം. എന്തായാലും നല്ല പ്രൊഫൈൽ ഫുൾ ഓണോ അല്ലെങ്കിൽ ഒരു 10,000 മുടക്കിൽ വണ്ടി ഇറക്കാം. ഡീസൽ ആവുമ്പോൾ മൈലേജ് കിട്ടും ഒരു 18, 19. ആ ലെവല് സ്വിഫ്റ്റിലായിട്ട് കുറച്ച് 2 കിലോമീറ്റർ കുറയില്ല, നീളം കൂടിയ വണ്ടിയാണ്. 7 8 ഒരു കുടുംബത്തിൽ പോവാം, ഞെരുങ്ങും. അടുത്ത വണ്ടി നിസാന്റെ ടറാനാണല്ലേ, ഒരു ടറർ വണ്ടിയില്ലേ? ടറാണ് നല്ല യാത്ര സുഖ. ഇവിടുത്തെ നമ്മളെ ഈ വെള്ളാമറത്ത് ഏകദേശം വണ്ടി വെച്ചോടെ ഒരു 5 ആൾക്കാർ ഉപയോഗിക്കുന്ന ഡിസാന്റെ ടറാനും ഡസ്റ്ററുമാണ്. കാരണം 18 ലെവൽ മൈലേജ്, നമ്മൾ നല്ല റോഡാണ്, 20 ലെവലിൽ മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് കുറവ്, അത്യാവശ്യം നല്ല പവർ, സ്പേസ്. ഇനി വരുമ്പോ 2 ടയർ ആണെങ്കിൽ വണ്ടിയിലുണ്ടെങ്കിൽ അതും 5 ആൾക്ക് 5-6 ആൾക്കാർ ഉപയോഗിക്കുന്ന ഡസ്റ്ററാണ്, ഡസ്റ്റർ ടറാനോ. 85 വരുന്ന വണ്ടികളാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് 2014 വണ്ടി, 85 വരുന്ന ടറാനോ XL സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 1.30 ഓടിയിട്ടുണ്ട്, സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനിസ്റ്റർ ഉണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഒരു സിൽക്കി സിൽവർ കളർ വണ്ടി. സിൽവർ വണ്ടി അതെ അതെ, എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് ഓൾറെഡി തേർഡ് പാർട്ടിയാണ്. നീ എടുക്കുന്ന കസ്റ്റമർ ഫുൾ കവർ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 4 ലക്ഷം വരെ ലോൺ ആക്കാം. മാക്സിമം ലോൺ നമുക്ക് 4 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ്. XUV ടറാന ഫുൾ ലോൺ കൊടുക്കാല്ലേ. 85 ആണ്, മൈലേജും കിട്ടും, മെയിൻ്റെനൻസും കുറവാണല്ലേ. ഗ്യാരണ്ടി വണ്ടികൾ മാത്രം കൊടുക്കുള്ളൂ. അടുത്ത വണ്ടി ചെറിയ കായിന് സ്വിഫ്റ്റ് ആണ്, സിൽവർ കളറല്ലേ. സിൽവർ ഇത് നമുക്കൊരു ഓഫർ ആയിട്ട് ഇടാം. കാരണം ഇത് നമ്മൾ വണ്ടി മാറിയതാണ്. പ്രോഫിറ്റ് വേണ്ട, ലാഭം വേണ്ട. നമുക്ക് നമ്മൾ ചെയ്ത മാർക്കറ്റ് മാറിയ വില മാത്രം മതി. അതെ. എത്ര മോഡലാണ് ഇത്? 2013 വണ്ടി, 13 വീഡിയോ വണ്ടിയാണ്. നല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഡിക്കി ഡോർ മാറിയിട്ടുണ്ട്. ഡിക്കിന്റെ ഡോർ മാറി, ഗ്ലാസ് മാറിയില്ല. സോറി, ഗ്ലാസ് മാത്രം. ഡിക്കിന്റെ ഗ്ലാസ് മാറിയിട്ടില്ല.
മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. നിലവിലുള്ളത് 1.45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററുണ്ടോ? ഹിസ്റ്ററി ചെക്ക് ചെയ്തില്ല, നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാം. വേറെ മുമ്പില് മേജർ അത് നമ്മൾ എക്സ്ചേഞ്ച് പിടിക്കുന്നില്ലല്ലോ. മേജർ മൈന്യൂട്ട് കേസ് ഉണ്ടല്ല, മേജർ എത്ര വണ്ടി ചോദിക്കും? ഇത് ചോദിക്കും പ്രശ്നമില്ല, നമുക്കൊരു 3.25 ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം. ചോദിക്കാനൊന്നും ഇല്ല, കാരണം അത് എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. നമുക്ക് ലാഭം നമുക്ക് മുടക്കും, അതിന്റെ മേലെ ചെറിയ പോളിഷ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയാൽ മതി. മാത്രം മതി. 13 മോഡല് 3,25,000 സ്വിഫ്റ്റ് ഫുൾ ഗ്യാരണ്ടി വണ്ടിയില്ല. അതെ അതെ, ആൾ കേരള ഡെലിവറി ഉണ്ട്. നിങ്ങൾ വന്നോളെ, ചെറിയ മുടക്കിൽ മുടക്കിയാണ് പാർട്ടി വന്ന് കണ്ട് ഓക്കെ ആക്കിയിട്ട് ഫിനാൻസ് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാം, കൊടുക്കാല്ലേ ചെയ്യാം. ഇത് ലോൺ എത്ര കയറും? ഫുള്ള കയറും? 300 നമുക്ക് മാക്സിമം, 2.25-300 നമുക്ക് മാക്സിമം എന്തായാലും കയറും. 25,000 മുടക്കില് സ്വിഫ്റ്റ് ഉണ്ടാകാം. 13 മോഡൽ കേട്ടോ, 13 വണ്ടി. അതെ, 20 വരെ മൈലേജ് കിട്ടും. ഒരു 18-20 പറഞ്ഞത് 20 മേലെ കിട്ടും. എന്തായാലും കിട്ടുമല്ലോ, ഒരിക്കലും കിട്ടാതെ പറയണ്ട. ഈ 18-20 നമുക്ക് പറയാം. അടുത്ത വണ്ടി റെഡ് കളർ ബലേന, എല്ലാം ഗ്യാരണ്ടിയില്. ഇത് 2017 വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനും പറഞ്ഞ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. സിംഗിൾ ഓണർ പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ, ബട്ടൺ ഷാർട്ട്, നാവിഗേറ്റ് സെറ്റ്, മിറർ ഫോൾഡിങ്, പ്രൊജക്ട് ലാമ്പ്, വൈപ്പർ, അലോയ്സ്, എയർ ബാഗ്, അന്ന് ഇറങ്ങിയ എല്ലാം ഉണ്ട്. കമ്മില്ല, എല്ലാം. അതെ, ഓടിയിട്ടുള്ള 89 1 lakh ലെവലിൽ ഓടിയിട്ടുണ്ട്. ഇസ്റ്ററുണ്ട്. ഇതിപ്പോ 89 ആക്കിയിട്ട് ഒരു പാർട്ടിക്ക് ഫുൾ ലോൺ കിട്ടണം പറഞ്ഞോണ്ട് 1 lakhന് താഴത്ത് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 ലക്ഷം വരെ ലോൺ കിട്ടിയ വണ്ടിക്ക്. അതെ, 1 lakhന് താഴത്ത് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ മൈലേജ് കൂടും, വാല്യൂഷൻ കൂടും. സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് എടുത്തിട്ട് ഇതിനൊന്നും ഒരു പണി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. നമ്മളിതൊരു 5 ലക്ഷം ചോദിക്കുന്നുണ്ട്, 5.5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ക്യാഷ് ബാക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, ക്യാഷ് ബാക്ക് കിട്ടും. നമ്മൾ ഈ 5 ലക്ഷത്തിന് ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം, ചെറിയ ഡിസ്കൗണ്ട് കാര്യം ചെയ്ത് കൊടുക്കാം, അതും ചെയ്യാം. 80 റുപ്യ ഫൈനൽ ഇട്ടാണെങ്കിൽ 4.80 ലെവൽ ഫൈൻ കൊടുക്കാം. 20,000 പിന്നെ കുറച്ചു കൊടുക്കാം. 4,80,000 ബലേന കൊടുക്കാം. 5 ലക്ഷം 6 ലക്ഷത്തിനടുത്ത് ലോണും ചെയ്യാം. മാക്സിമം ലോണും ക്യാഷ് ബാക്ക് ഉള്ളത്. ഇതിനൊക്കെ പണി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ചെയ്ത് കൊടുക്കട്ടോ, ഉള്ള പണി ചെയ്ത് ചെയ്യാനില്ല. അതാണ് ഗ്യാരണ്ടി കൊടുക്കാം. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഒരു 16-17 പറഞ്ഞിട്ട് കാര്യമില്ല. 15, 16, 17 കിട്ടും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. അടുത്ത വണ്ടി വീണ്ടും എർട്ടിക്കാണ്, പക്ഷെ ടാക്സിയിലാന്നുള്ളൂ. ടാക്സിക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ഇത് പ്രൈവറ്റ് ആക്കണേ തന്നെ മാക്സിമം ഒരു 15 രൂപ ചെലവ് വരുന്നുള്ളൂ. ലാസ്റ്റ് 3ാമത്തെ ഓണർഷിപ്പിലാ ലാസ്റ്റ് പാർട്ടിയാണ് ഇത് ടാക്സി ആക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രൈവറ്റ് ആക്കണേ തന്നെ ചെറിയ പൈസ നമുക്ക് പ്രൈവറ്റ് ആക്കാം. പാർട്ടിക്ക് പ്രൈവറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം, ടാക്സി വേണമെങ്കിൽ കൊടുക്കാം. മോഡൽ എത്ര വരുന്നത്? ഇത് 2015 വണ്ടി, അതും ZTI വണ്ടി. 15 ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കിലോമീറ്റർ 1.6 ഓടിയിട്ടുണ്ട്. സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. സീറ്റ് കവർ ലാസ്റ്റ് നമ്മൾ ചെയ്തതാണ്. നമ്മൾ ചെയ്തതാണ്. വേറെ പണികളായിട്ട് ഒന്നും ചെയ്യണ്ട. എല്ലാം കൊണ്ട് ഉഷാറാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷം. അത്രേ ഉള്ളൂ. നമുക്ക് ചോദ്യമൊക്കെയാണ്. സാധാ മറ്റൊരു കാര്യം കൂടി ഇത് നമ്മളൊരു ബ്രേസ്ലെറ്റ് മാറിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് വണ്ടികളെ മാക്സിമം വില കുറച്ച് കൊടുക്കും. ഇത് നമുക്ക് 4.5 കൊടുക്കാം. ലോണ് ഇത് ടാക്സിയിലാവുമ്പോ എമൗണ്ട് കുറച്ച് കുറയും. അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് കറക്റ്റ് നമ്മൾ ടാക്സി ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ കറക്റ്റ് പറഞ്ഞു ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് എത്ര കിട്ടും നമ്മൾ ടാക്സി ചെയ്യാത്ത ആൾക്കാരാണ് നമുക്ക് അറിയില്ല. നാലെന്തായാലും കിട്ടുമല്ലോ. മാക്സിമം കിട്ടേണ്ടതാണ് അറിയില്ല. ചില ഫിനാൻസുകളൊക്കെ ബാങ്ക് കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ചോദിച്ചിട്ട് വേണം. അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല. നിങ്ങൾ വിളിച്ചോളൂ. മാക്സിമം ചെയ്ത് തരും. പ്രൈവറ്റ് ആണ് അങ്ങനെ തരും, ടാക്സിലാണ് അങ്ങനെ തരും. പ്രൈവറ്റ് 4 ലക്ഷം ചോദിക്കണുള്ളൂ. 4.5 ലക്ഷം. 4 ലക്ഷം ചോദിക്കണ ആകെ 4.5 ലക്ഷം. 4,50,000. ഇതെന്നാലും 10 മൈലേജ് കിട്ടൂലേ? മൈലേജ് ഉണ്ടാവും. 18-20 ലെവൽ മൈലേജ് കിട്ടും. ZTI വണ്ടിയാണ്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എല്ലാ ഓപ്ഷൻസും വർക്കിംഗ് ആണ്. അടുത്ത വണ്ടി ഡസ്റ്റർ വണ്ടിയിലെ വണ്ടി. അതെ, എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 വണ്ടി. 17 വണ്ടിയാണ്. 18 രജിസ്റ്റർ വരുന്ന സിംഗിൾ യൂസ് സെക്കൻഡ് ഓണർ. അത് ചില കസ്റ്റമറുകള് വണ്ടി മുറ്റത്ത് ഇറങ്ങണമെങ്കിൽ ചെല്ലാൻ കെട്ടണം പറയും. അപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാറിക്കോളി എന്ന് പറയും. സിംഗിൾ ഓണർ അല്ലേ, അപ്പൊ സെക്കൻഡ് ഓണറിലാറും
ഇപ്പൊ RC ഒരാഴ്ച കൊണ്ട് വരുന്നുണ്ട്, ബേജാറില്ല. മാറിക്കോളി അറിയാം, ഡൗൺലോഡ് ചെയ്താൽ എടുക്കാതെ പഴയ ബുദ്ധിമുട്ടില്ല. ഒരാഴ്ച കൊണ്ട് നമുക്ക് RC കിട്ടുന്നുണ്ട്, പേര് മാറിക്കോളി അറിയാം. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,10,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ യൂസ് വരുന്ന വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ടോപ്പ് എൻഡ് RX Z അറിയും, അലവിൽ വരും, മിറർ ഫോൾഡിംഗ് വരും, കമ്പനി റിവേഴ്സ് ക്യാമറ വരും, എല്ലാ ഓപ്ഷൻസ് വരുന്ന വണ്ടി, എല്ലാ ഫീച്ചേഴ്സും നോക്കേണ്ട ആവശ്യം ഒന്നും ചെയ്യണ്ട. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മളൊരു 6.25 ലക്ഷം ചോദിക്കുന്നുണ്ട്. ഒരു 6 ലെവൽ 6.50 വരെ നമുക്ക് ലോൺ ചെയ്യാം. 6,50,000 കൊടുക്കും ചെയ്യാം. 6.25 ചോദിക്കുന്നുണ്ട് നമ്മൾ. അതെ, ഒരു 6 റുപ്യ ലെവൽ നമുക്ക് ഫൈനൽ ചെയ്യാം. അത് ഫൈനൽ റേറ്റ് ആണ്. അത് നമുക്ക് ഒരു 6 ലക്ഷം വരെ ലോണും കൊടുക്കാം. ക്യാഷ് ബാക്ക് ഉണ്ട്. ക്യാഷ് ബാക്കിൽ ടെസ്റ്റ് കൊടുക്കാം. ഇതിനാകെ കമ്മി ഉള്ളത് ടയർ ആവറേജ് കമ്മിയാണ്. ആവറേജ് ഉള്ളൂ. അതെ അതെ, വേറെ വിഷയങ്ങളൊന്നുമില്ല, ഓടിക്കാനായാലോ വേറെ വിഷയങ്ങളൊന്നുമില്ല. ആ പൈസ നമ്മൾ കുറച്ചുകൂടെ കൊടുക്കും. അതുകൊണ്ടാണ് 6 റുപ്യക്ക് നമുക്ക് ഫൈനൽ ചെയ്യുന്നത്. കൊടുക്കണില്ല, 6 ലക്ഷം ലോൺ കയറും. 50,000 ക്യാഷ് ബാക്കിൽ കൊടുക്കും. അതെ, നല്ല മൈലേജ് 18 ലെവലിൽ മൈലേജ് ഇട്ടുണ്ട്. എന്തായാലും ഉണ്ടല്ലോ. അടുത്ത വണ്ടി വീണ്ടും കളർ വരുന്ന വണ്ടി, ഒറിജിനൽ കളർ വരുന്ന വണ്ടി, റെഡ് ആൻഡ് ബ്ലാക്ക്. 2017 വണ്ടി, സിംഗിൾ ഓണർ ആണ്. 15 ഇല്ലല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, ഒരു പരിപാടി കവർ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, എല്ലാ ഫങ്ഷൻസ് വർക്കിംഗ് ആണ്. അല്ല, VXP ഡയമണ്ട് കട്ട് അലോയ് വരും, സ്റ്റിയറിംഗ് കൺട്രോൾ വരും, മിറർ ഫോൾഡിംഗ് വരും, എയർ ബാഗ്, ABS, എല്ലാ സെറ്റ്, എല്ലാം അന്നിറങ്ങിയ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എല്ലാ ഓപ്ഷൻസും വർക്കിംഗ് ആണ്. അതെ, ഓടിക്കണം 1.5 ലക്ഷം ഓടിയുണ്ട്. കമ്പനി സർവീസ് ആണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ 7.5 ലക്ഷമാണ്. നമുക്കൊരു 690 ലെവൽ ചെയ്യാൻ ചെയ്യാം. ഒരു 6 to 6.5 അതിന്റെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റും. ടയോട്ട വണ്ടികളാണ് മാക്സിമം ഒരു 50 റുപ്യ ഒരു ആണെങ്കിൽ മാക്സിമം 10,000 മുടക്കില്ല, അല്ലെ 60,000 മുടക്കില്ല, അടിപൊളി അത് കിട്ടും. ഒരു 5-6 കൊല്ലം ഉപയോഗിച്ചാലും വണ്ടിന്റെ വില തന്നെ 19 വണ്ടി വില 8.5 ലക്ഷം. ഇപ്പോഴും 19 വണ്ടി ഇടണ 8.5 ലക്ഷം കൊടുക്കണം. കുറയാതൊരു മുതല് ടയോട്ടന്റെ വണ്ടി. അതെ അതെ. അടുത്ത വണ്ടി ഷിഫ്റ്റ് ഗ്രേ അല്ല, ഒരു വെണ്ണൂറ് കളറല്ലേ? അല്ല, ഗ്രേ കളർ തന്നെ. അത് നമ്മള് വെയിലടിച്ചിട്ടാണ്, അതുകൊണ്ടാണല്ലേ. 2013 വണ്ടി, ഡീസൽ വേരിയന്റ് ആണ്. 13 ഡീസൽ. സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്, അലോയ്സ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല, ഒരു പരിപാടി. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. എല്ലാം കൊണ്ട് വണ്ടി ഓക്കെയാണ്. ടയറുണ്ട്, അലവിയിലുണ്ട്, സീറ്റ് കവറും ഉണ്ട്. ഇനി വന്നിട്ട് പാർട്ടി എടുത്ത് അലവിന് കാരണം ചെയ്യാ, ഓടിച്ചാ അത്ര മാത്രമേ ചെയ്താൽ മതി. ഇതേ ഓടിക്കണ എത്ര നാലേ? 1.20 1.30 ലെവലോടെ 13 വണ്ടിയാണ്. മൂന്നാമത്തെ ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. റീപ്ലേസ് ഗ്യാരണ്ടി ആണ്. പറഞ്ഞ കേസിൽ മാറൂല. ഒപ്പിട്ട് കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കണത് 3.70 ആണ്. നമ്മൾ ചെറിയൊരു 3.5 ലക്ഷം ലെവലിൽ നമുക്ക് ഫൈനൽ ചെയ്യാം, കൊടുക്കാം. അതിലൊരു 2.25-3 ലെവലിൽ നമുക്ക് ലോൺ ചെയ്യാം. ലോണും കയറും. 50,000 മുടക്കിലും അല്ലെ 25,000 മുടക്കിലും മാക്സിമം ഇറക്കി കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. പ്രൊഫൈൽ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ, നമുക്ക് മാക്സിമം ലോൺ എന്തായാലും 10 രൂപ മൈലേജ് കിട്ടും. 20 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി അല്ല, അടിപൊളി ഡീസൽ വണ്ടി. കിലോമീറ്റർ കുറവുള്ള വണ്ടി. അതെ. എത്ര 1.10 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ, ടയേഴ്സ് എല്ലാം കൊണ്ട് ഓക്കെ. വണ്ടി ഓവറോൾ ഗുഡ് ആണ്. അടിപൊളി വണ്ടിയില്ല. മോഡൽ എത്ര? 13 വണ്ടി. 13 ഡീസൽ VDI. അതെ അതെ, നല്ല വൃത്തിയിലുണ്ടല്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 3.25 ലക്ഷമാണ് ചോദിക്കുന്നതാണ്. കുറച്ച് കൊടുക്കാം. ലോൺ കാര്യങ്ങൾ 3-10 ലെവൽ നമുക്ക് ഫൈനൽ ചെയ്യാം. ഒരു 2-2.25 3 തന്നെ പറയാം. 2-2.25 നമുക്ക് ലോൺ ചെയ്യാം. മാക്സിമം ലോൺ. ചിലപ്പോ 16 മുടക്കിലാണ്. ഇൻഷുറൻസ് തേർഡ് പാർട്ടിയാണ്. കസ്റ്റമർ ഫസ്റ്റ് ക്ലാസ് എടുക്കണം. ഓൾറെഡി വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ മാക്സിമം ചെയ്ത് കൊടുക്കാം. ചിലപ്പോ 16 മുടക്കിലിറങ്ങാം, അല്ലെങ്കിൽ ഫുൾ ലോൺ തന്നെ പറയാം. ചിലപ്പോൾ ഫുൾ ലോൺ കയറില്ല. ഡീസൽ 20 കൺഫേം ആണ്. അതില് മടിക്കൊന്നും വേണ്ട. 20 കൺഫേം ആണ്. നല്ല പവറും ഉണ്ടാവും. മാരുതി സ്പോർട്സ് കാർ ആയിട്ട് ചെറിയ സെഗ്മെന്റിൽ ഇറങ്ങിയ വണ്ടിയാണ്. അല്ല, അതിലിറങ്ങിയ വണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ ചെറിയ കൂടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞ അടുത്തുള്ള അടിപൊളി വീഡിയോ വിടുക.